ഉക്രൈന്റെ ദീർഘദൂര ക്രൂയിസ് മിസൈലായ ഫ്ലെമിംഗോയുടെ നിർമ്മാണത്തിലും വിക്ഷേപണത്തിലും പങ്കാളികളായ കേന്ദ്രം തങ്ങൾ ആക്രമിച്ചു തകർത്തതായി റഷ്യ അവകാശപ്പെട്ടു. ഉക്രൈൻ സൈനിക വിഭാഗങ്ങളുടെയും പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങളുടെയും സുപ്രധാന താവളങ്ങൾക്ക് നേരെ റഷ്യൻ സേന നടത്തിയ ശക്തമായ ആക്രമണ പരമ്പരയിലാണ് ഈ തന്ത്രപ്രധാന കേന്ദ്രം തകർക്കപ്പെട്ടത്. കഴിഞ്ഞ കുറച്ചു കാലമായി ഉക്രൈൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ആയുധ സംവിധാനങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ റഷ്യ നടത്തിവരുന്ന നിഴൽ യുദ്ധത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായാണ് ഈ സംഭവം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട ഔദ്യോഗിക വിവരങ്ങൾ അനുസരിച്ച് കേവലം ഒരു മിസൈൽ താവളത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല അവരുടെ സൈനിക നടപടി. ഉക്രൈനിലെ നിരവധി സൈനിക വ്യവസായ സമുച്ചയങ്ങൾ, തന്ത്രപ്രധാനമായ ലോജിസ്റ്റിക്സ് ഹബ്ബുകൾ, രാജ്യത്തെ ഊർജ്ജ ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് നേരെ റഷ്യൻ ആകാശ നാവികസേനകൾ വിനാശകരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ശത്രുവിന്റെ പോരാട്ട വീര്യത്തെയും ശേഷിയെയും ചോർത്തിക്കളയുന്ന രീതിയിൽ യുദ്ധസാമഗ്രികളുടെ വൻ ശേഖരങ്ങൾ സൂക്ഷിച്ചിരുന്ന ആയുധപ്പുരകളും ആക്രമണത്തിന് ഇരയായി. ഇതിനു പുറമെ ആധുനിക യുദ്ധരംഗത്ത് ഉക്രൈന് ഏറെ ഫലപ്രദമായി ഉപയോഗിച്ചു വന്ന ഡ്രോണുകളുടെ അസംബ്ലിംഗ് യൂണിറ്റുകളും അവ സംഭരിച്ചിരുന്ന പ്രധാന താവളങ്ങളും റഷ്യൻ മിസൈലുകൾ കൃത്യമായി ലക്ഷ്യമിട്ട് തകർത്തു. രാജ്യത്തുടനീളം 153 വ്യത്യസ്ത മേഖലകളിലാണ് റഷ്യൻ സൈന്യം തങ്ങളുടെ ആക്രമണം കേന്ദ്രീകരിച്ചത്. ഉക്രൈന്റെ മുൻനിര പോരാട്ട കേന്ദ്രങ്ങൾ മുതൽ പിൻനിരയിലെ തന്ത്രപ്രധാന താവളങ്ങൾ വരെ ഈ നിരന്തര ആക്രമണങ്ങളുടെ പരിധിയിൽപ്പെട്ടു. റഷ്യൻ വക്താക്കളുടെ വിലയിരുത്തൽ അനുസരിച്ച് ഈ സമാന്തര സൈനിക നീക്കങ്ങളിൽ ഉക്രൈൻ ഭാഗത്ത് നൂറുകണക്കിന് സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട്. വിവിധ മേഖലകളിൽ നിലയുറപ്പിച്ചിരുന്ന റഷ്യൻ മിലിറ്ററി ഗ്രൂപ്പുകൾ നടത്തിയ ശക്തമായ തിരിച്ചടിയിൽ ഉക്രൈനിയൻ സേനയ്ക്ക് കനത്ത ജീവഹാനിയും ഉപകരണനാശവും സംഭവിച്ചതായാണ് മോസ്കോ അവകാശപ്പെടുന്നത്. എങ്കിലും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട ഈ കൂറ്റൻ മരണസംഖ്യയും നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയും സ്വതന്ത്ര ഏജൻസികൾക്കോ അന്താരാഷ്ട്ര നിരീക്ഷകർക്കോ ഇതുവരെ പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. യുദ്ധ അന്തരീക്ഷം നിലനിൽക്കുന്നതിനാൽ ഇരു കൂട്ടരും പുറത്തുവിടുന്ന സ്ഥിതിവിവര കണക്കുകൾ പലപ്പോഴും പ്രചരണ തന്ത്രങ്ങളുടെ ഭാഗമാണെന്ന വിലയിരുത്തലുമുണ്ട്. റഷ്യ പ്രത്യക്ഷമായി ലക്ഷ്യമിട്ടു എന്ന് അവകാശപ്പെടുന്ന ഫ്ലെമിംഗോ ക്രൂയിസ് മിസൈൽ ഉക്രൈൻ നിർമ്മിത പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. റഷ്യയ്ക്കുള്ളിലെ തന്ത്രപ്രധാന താവളങ്ങൾ ആക്രമിക്കാൻ ശേഷിയുള്ള ഇത്തരം ദീർഘദൂര മിസൈലുകൾ വികസിപ്പിച്ചെടുക്കുന്നത് തടയുക എന്നത് മോസ്കോയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. രണ്ടാം ഘട്ടത്തിൽ ഊർജ്ജ ഗതാഗത മേഖലയ്ക്ക് നേരെയുണ്ടായ ആക്രമണം ഉക്രൈന്റെ ദൈനംദിന ജീവിതത്തെയും സാധാരണക്കാരുടെ അതിജീവനത്തെയും ബാധിക്കുന്ന തലത്തിലേക്ക് വളർന്നിട്ടുണ്ട്. ശൈത്യകാലം വരാനിരിക്കെ രാജ്യത്തെ വൈദ്യുതി വിതരണ സംവിധാനങ്ങൾ തകരാറിലാക്കുന്നത് വഴി ജനങ്ങളുടെ മനോവീര്യം തകർക്കാനാണ് റഷ്യ ശ്രമിക്കുന്നത്. ഉക്രൈൻ വ്യാവസായിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മേൽ റഷ്യ നടത്തുന്ന ഈ കനത്ത ആക്രമണങ്ങൾ അവരുടെ ആഭ്യന്തര ആയുധ നിർമ്മാണ ശ്രമങ്ങളെ വലിയ തോതിൽ പിന്നോട്ടടിക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധ ഇറക്കുമതിയെ മാത്രം ആശ്രയിക്കാതെ സ്വന്തമായി ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഉക്രൈന്റെ നീക്കങ്ങൾക്ക് ഫ്ലെമിംഗോ താവളത്തിന് നേരെയുണ്ടായ ആക്രമണം ഒരു തിരിച്ചടിയാണ്. മുൻനിര യുദ്ധഭൂമിയിൽ മാത്രം യുദ്ധം ഒതുക്കി നിർത്താതെ ശത്രു രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസായ നട്ടെല്ല് തകർക്കുന്ന തന്ത്രപരമായ സമീപനമാണ് റഷ്യ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. 153 കേന്ദ്രങ്ങളിൽ ഒരേ സമയം വ്യോമാക്രമണം നടത്താൻ സാധിച്ചത് തങ്ങളുടെ വ്യോമസേനയുടെയും ദീർഘദൂര മിസൈൽ വ്യൂഹങ്ങളുടെയും ഏകോപന ശേഷിയുടെ തെളിവാണെന്ന് റഷ്യ വാദിക്കുന്നു. ആക്രമണത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചും നാശനഷ്ടങ്ങളെക്കുറിച്ചും ഉക്രൈനിയൻ ഔദ്യോഗിക വൃത്തങ്ങൾ വലിയ തോതിൽ പ്രതികരിച്ചിട്ടില്ലെങ്കിലും തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ നിരവധി ശത്രു മിസൈലുകളെ പ്രതിരോധിച്ചതായി അവർ സൂചിപ്പിക്കുന്നു. എന്നാൽ മിസൈൽ നിർമ്മാണ താവളത്തിന് പരിക്കേറ്റു എന്ന കാര്യത്തിൽ ഉക്രൈൻ ഇതുവരെ കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല. സൈനിക വിശകലന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ അടുത്ത കാലത്തായി ഉക്രൈൻ നടത്തിയ ചില തന്ത്രപ്രധാന ആക്രമണങ്ങൾക്ക് റഷ്യ നൽകിയ അതിശക്തമായ മറുപടിയാണ് ഈ സൈനിക നീക്കം. റഷ്യൻ അതിർത്തിക്കുള്ളിലെ സൈനിക താവളങ്ങൾക്കും എണ്ണ ശുദ്ധീകരണശാലകൾക്കും നേരെ ഉക്രൈൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ മോസ്കോയെ ചൊടിപ്പിച്ചിരുന്നു. ഈ വൻ ആക്രമണത്തോടെ കിഴക്കൻ യൂറോപ്പിലെ യുദ്ധ സാഹചര്യം വീണ്ടും അതീവ ഗുരുതരമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ മങ്ങുകയും ഇരുവിഭാഗവും സൈനിക ബലപ്രയോഗത്തിലൂടെ വിജയം കൊയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. വരും ദിവസങ്ങളിൽ ഈ ആക്രമണത്തിന് മറുപടിയായി റഷ്യൻ താവളങ്ങൾക്ക് നേരെ ഉക്രൈൻ തിരിച്ച് ആക്രമണം നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല.
പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് രാജ്യത്തിന്റെ വ്യാവസായിക കേന്ദ്രങ്ങളെ സംരക്ഷിക്കാൻ ഉക്രൈൻ കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും. വൻതോതിലുള്ള സാമ്പത്തിക ജീവനഷ്ടങ്ങൾ വരുത്തിവെച്ച ഈ മോസ്കോ ആക്രമണം റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ ആഘാതം കൂടുതൽ രൂക്ഷമാക്കുകയാണ് ചെയ്യുന്നത്.